നമുക്കറിയാം, ഞാൻ BJP-യുടെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭാരതീയ ജനതാ പാർട്ടി ഈ ജാതി സെൻസസിനെതിരല്ല. BJP സഖ്യകക്ഷിയായിട്ടുള്ള ബീഹാറിലാണ് കഴിഞ്ഞ 2023 നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത് ജാതി സെൻസസ് നടത്തി. അതനുസരിച്ച് അവിടെ റിസർവേഷൻ്റെ 65% റിസർവേഷൻ വർദ്ധിപ്പിച്ചു. പിന്നീട് അത് കോടതി 50% കൂടുതലായതുകൊണ്ട് കോടതി സ്റ്റേ ചെയ്തപ്പോൾ സുപ്രീം കോടതി കേസ് നിൽക്കുകയാണ്. അപ്പോൾ BJP ഒരിക്കലും ജാതി സെൻസസിനെതിരല്ല. പിന്നെ നമുക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊണ്ട് ജാതിക്ക് എതിരാന്ന് പറഞ്ഞു. പക്ഷെ അവരും ഇവിടെ കഴിഞ്ഞ 2 മാസം മുമ്പ് പാലക്കാട് നടന്നിട്ടുള്ള അവിടെ അഖിലേന്ത്യാ മോഹൻജി ഭാഗവതൊക്കെ പങ്കെടുത്ത ഒരു വൈകിട്ട് നടക്കുന്നുണ്ടായി. അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ RSSന്റെ പ്രതിനിധിയായിട്ടുള്ള മോഹൻ അംബേദ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, ജാതി സെൻസസിന് RSS എതിരല്ലാതെ. പക്ഷെ ജാതി സെൻസസ് നമ്മുടെ കാര്യങ്ങൾ ജാതി സെൻസസിന്റെ ഈ ചർച്ച ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2019 ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് ഈ ജാതിയുടെ കാര്യം വളരെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വളരെ ആവശ്യത്തോടുകൂടി ജാതി സെൻസസ് നടപ്പാക്കും, സെൻസസ് നടപ്പാക്കും. നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 55 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. 1931 അവസാനം സെൻസസ് ബ്രിട്ടീഷുകാരാണ് സെൻസസ് നടത്തി. 1872 മുതൽ 1881 മുതൽ വളരെ എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തിയിരുന്നു. അതിന്റെ അവസാനത്തെ സെൻസസ് 1931 ബ്രിട്ടീഷുകാരാണ് നടത്തിയത്. സ്വാതന്ത്ര്യം കിട്ടി നെഹ്റു പ്രധാനമന്ത്രിയായതിനു ശേഷം 1951 സെൻസസ് എന്തുകൊണ്ട് ജാതി സെൻസസ് ഒഴിവാക്കി? അതിനുശേഷം ജാതി സെൻസസ് നടന്നില്ല. നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം നടന്ന സെൻസസിലൊന്നും പിന്നീട് ജാതി സെൻസസ് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തരത്തിലും SC/ST വിഭാഗങ്ങളുടെ കണക്കുകൾ മാത്രമാണ് നടന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിന് അധികാരം പറഞ്ഞ OBC വിഭാഗങ്ങളുടെ സംവരണം, SC/ST വിഭാഗങ്ങളുടെ സംവരണം നമുക്കറിയാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. OBC വിഭാഗങ്ങളുടെ നമുക്കറിയാം 1951 കേരള കമ്മിറ്റി വെച്ച് റിപ്പോർട്ട് കൊടുത്തു. അതുപോലെ നടപടി ഉണ്ടായില്ല. പിന്നീട് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ, രണ്ടാമത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1979 BP മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ കമ്മീഷനായിട്ട് വെച്ചു. അദ്ദേഹം റിപ്പോർട്ട് 1980 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി അതവിടെ കോൺഗ്രസ്. പിന്നീട് VP സിംഗ് കോൺഗ്രസുമായിട്ട് തെറ്റി പോകുന്ന ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയാണ്. എന്തായാലും അദ്ദേഹമാണ് 1989 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നടപ്പാക്കുകയും പിന്നീട് നമുക്ക് 27% അതിന് സംവരണം കിട്ടുകയും. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാലകാലം രാഷ്ട്രീയപരമായിട്ടുള്ള ഉപയോഗങ്ങൾ ഇതുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ BJP പറയുന്നത് ഇത് ജാതി സെൻസസ് ആവശ്യമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഗവൺമെന്റിന്റെ അതിന്റെ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം, എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള വസ്തുനിഷ്ഠമായിട്ട് ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ആയിരിക്കണം ഈ ജാതി സെൻസസ്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മൾ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ BJP 95-96 കാലത്ത് 15% പിന്നോക്കക്കാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. പിന്നോക്കക്കാരുടെ 15% പിന്തുണയാണ് BJP എന്ന സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് അത് 34%, 2014 33% പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. 2019 പിന്നീട് വർദ്ധിച്ച് 44% പിന്നോക്കക്കാരുടെ പിന്തുണയുണ്ടായിരുന്നു 2019. അപ്പൊ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക്
പിന്നോക്കക്കാരുടെ ഒ ബി സി വിഭാഗങ്ങളുടെ പിന്തുണ BJP-യിൽ നിന്ന് മാറ്റാതെ ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് അവർ മനസ്സിലായി. അന്ന് തുടങ്ങിയാണ് ഇന്നൊക്കെയുള്ള ജാതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയാണ് ഈ OBC വിഭാഗങ്ങളെ ജാതി സെൻസ് വേണമെന്നുള്ള ഈ മറുപടി. അപ്പൊ രാഷ്ട്രീയ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഉത്തർപ്രദേശ് അവിടുത്തെ പ്രമുഖ പിന്നാക്ക വിഭാഗമാണ് യാദവ്. ആ യാദവ് വോട്ട് ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ടാണ് മുളയം സിംഗ് അദ്ദേഹത്തിന്റെ മകൻ അവിടെ അധികാരത്തിൽ ഭരിച്ചിരുന്നത്. അതേ സമയത്ത് യാദവ് വോട്ട് ബാങ്ക് അവിടുത്തെ ഭൂരിപക്ഷ വിഭാഗമായിട്ടുള്ള പിന്നാക്ക വിഭാഗമായിട്ടുള്ള യാദവന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയായി. അതിന്റെ കൂടെ മുസ്ലിം വോട്ട് കൂടി ഇപ്പൊ അവിടെ ഭരിക്കാവുന്ന ഭൂരിപക്ഷം. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടുത്തെ പിന്നോക്ക SC/ST വിഭാഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വേണ്ടത് ഞാൻ എന്റെ പാർട്ടിയുടെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറയാം. നമ്മുടെ ഈ ജാതി സെൻസസ് ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻസസ് നടത്തി അവിടെ ഒരു പ്രത്യേക വിഭാഗമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ പ്രേരിപ്പിക്കാൻ നോക്കും. മറ്റ് വിഭാഗങ്ങളെ ടോട്ടലായിട്ട് ഇഗ്നോർ ചെയ്യും. അത് ശരിക്കും ആ വിഭാഗങ്ങളെ മറ്റു വിഭാഗങ്ങളെ അവഗണിക്കപ്പെടാൻ അവർക്ക് സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇപ്പൊ കേരളത്തിൽ ഈഴവ കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള OBC വിഭാഗമാണ്. എത്രയോ OBC വിഭാഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ഈഴവ കമ്മ്യൂണിറ്റി ഈഴവ വോട്ട് ബാങ്കിലാണ്. എല്ലാവരും BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും ഈഴവ വോട്ട് ബാങ്കിലാണ്. എന്നുവെച്ചാൽ അവർ 20% പോപ്പുലേഷൻ. മറ്റു OBC വിഭാഗങ്ങൾ തീർത്തും അവഗണിക്കപ്പെടണം. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ അധികാരം പിടിച്ചെടുക്കാം? OBC പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായി. എല്ലാ ഹിന്ദു വിഭാഗങ്ങളും BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സപ്പോർട്ട് ചെയ്ത് കാസ്റ്റ് ഈവൻ ഉത്തർപ്രദേശിലടക്കം മറ്റേ യാദവാസ് വരെ BJP-യുടെ നല്ലൊരു ശതമാനം BJP-ക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. നമ്മുടെ ലോക്സഭയിലും അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ജാതികളെ എങ്ങനെ ഭിന്നിപ്പിച്ച് ആ ഒറ്റ കൺസെപ്റ്റോട് അതിന് യാതൊരു രാഹുൽ ഗാന്ധി പറയുന്നതിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നതിനും യാതൊരു ആത്മാർത്ഥതയില്ല. ജനങ്ങളുടെ പിന്നോക്കാവസ്ഥയും ജനങ്ങളുടെ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല. ഇത് സെൻസസ് നമ്മൾ നടത്തുന്നതിന് BJP-യോ സഹവിഭാഗ പ്രസ്ഥാനങ്ങളോ ഇല്ല. പക്ഷെ അത് സെൻസസ് വസ്തുനിഷ്ഠമായിട്ട് സെൻസസ് നടത്തി. 2011 സെൻസസ് നടത്തില്ല. 2011 സെൻസസ് നടത്തിയ UPA ഭരിക്കുന്ന കാലത്ത് CPM അടക്കം സപ്പോർട്ട് ചെയ്തിട്ടുള്ള UPA സംവിധാനം സെൻസസ് നടത്തി. ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. കർണാടകത്തിൽ 2011 സെൻസസ് നടത്തി. ഇതുവരെ പുറത്തുവിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയിൽ 50% കൂടുതൽ സംവരണം വർദ്ധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഭരണഘടനയുടെ നിയമം ഉണ്ടാക്കി ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ എഴുതിയാൽ മാത്രമേ നിൽക്കുള്ളൂ. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കുന്നത് സംവരണം ഇപ്പൊ നമുക്കറിയാം മതപരമായ സംവരണം. ഇപ്പൊ കേരളം നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമാണ് കേരളം വെച്ചിട്ടുള്ളത്. ഈ കേരളത്തിൽ ഞാൻ ഇതിനു വേണ്ടി നോക്കിയ സമയത്ത് കേരളത്തിലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ 27% സംവരണത്തില് 14% ഈഴവാസം, 12% മുസ്ലിം. എന്റെ മൊബൈലുണ്ട്. മുസ്ലിം എങ്ങനെയാണ് മതപരമായിട്ടുള്ള സംവരണം കൊടുക്കുക? മണ്ഡൽ കമ്മീഷൻ നമ്മുടെ ഭരണഘടന മതപരമായിട്ടുള്ള സംവരണം ഒരിക്കലും നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. പക്ഷെ കേരളത്തില് ഈ വിഭാഗങ്ങളുടെ
ഈ മതം റിസർവേഷൻ, കേരളത്തിൽ റിസർവേഷൻ 14%, മുസ്ലിം 12%, മുസ്ലിം ലാറ്റിൻ ക്രിസ്ത്യൻസ് 4%, ഹിന്ദു നാടാർ 1%, നാടാർ SIUC 1%, SC കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി, അതായത് SC വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ വിഭാഗത്തിൽ 1%. അത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുള്ളതായി തെറ്റാണ്. ഒരു മതം മാറി കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങാൻ പറ്റാം? അതിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി ഫൈനലായിട്ട് തീരുമാനിക്കാത്ത കാര്യമാണ്. ഒരു വ്യക്തി SC വിഭാഗത്തിലുള്ള ഒരു വ്യക്തി തന്റെ മതം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവർക്ക് സംവരണം കിട്ടുമെന്നുള്ള കാര്യം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിധിയിലാണ്. KE ബാലകൃഷ്ണൻ കമ്മീഷൻ വെച്ച് അതിന്റെ ആ കേസ് സുപ്രീം കോടതി തീരുമാനിച്ചില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് 1% സംവരണമുണ്ട്. വിശ്വകർമ്മ 3%, ധീവര 1%, പിന്നെ പ്രസിദ്ധ മറ്റു OBC വിഭാഗം 3%, അങ്ങനെ 40%. അപ്പൊ ഈ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെ സംവരണം പറയാൻ സാധിക്കും? മതപരമായിട്ടുള്ള സംവരണമല്ല. ഇതിനെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശബ്ദം കേട്ടിട്ടുണ്ടോ? 12% മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത്, ഞാനത് ഇതിനെപ്പറ്റി അറിയുന്ന ഒരാളോട് ചോദിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടില് കേരളത്തിലെ മാപ്പിളാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം എന്നുള്ള വാക്ക് മണ്ഡൽ കമ്മീഷൻ ഉപയോഗിച്ചില്ല. കേരളത്തിലെ മാപ്പിളാസ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് മാത്രമാണ് മണ്ഡൽ കമ്മീഷൻ അനുസരിച്ച് 27% സംവരണത്തിന് അവർക്ക് അതിൽ അർഹതയുള്ളൂ. പക്ഷെ കേരളത്തിലെ 2 മുന്നണികളും അത് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് 12% സംവരണം കൊടുക്കുക ഭരണഘടനയ്ക്ക് എതിരായിട്ട്. അതേപോലെ തന്നെ ഇവിടെ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് സംവരണം കൊടുക്കുന്നത് SC വിഭാഗങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലികളിൽ 16.66% SC വിഭാഗത്തിൽ, STക്ക് 7.5%, OBCക്ക് 25.84%. പക്ഷെ ഇവിടെ SC വിഭാഗത്തിന്റെ പോപ്പുലേഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ 1971 സെൻസസ് വന്ന സമയത്ത് അത് 10%, 8% SCക്കും 2% ST വിഭാഗത്തിന് കൊടുക്കുന്നു കേരളത്തിൽ. ഇതിനെതിരെ ഏതെങ്കിലും ദളിത് സംഘടനകൾ ആരെങ്കിലും ശബ്ദം എടുക്കുന്നുണ്ടോ? വാസ്തവത്തിൽ 81 സെൻസസ് പ്രകാരം SC വിഭാഗത്തിന് 10% സംവരണത്തിന് അർഹതയുണ്ട്. കേന്ദ്ര സർക്കാർ SC വിഭാഗത്തിന് 81 സെൻസസ് അനുസരിച്ച് 10% സംവരണം കൊടുക്കുന്നുണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് ഇപ്പോഴും 8% SC വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ, 2% ST വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ. 2 മുന്നണി വേണ്ടതില്ല. എന്നുവെച്ചാൽ സമ്മേളന മതവിഭാഗങ്ങളുടെ വോട്ട് വേണം. മുസ്ലിങ്ങൾ ഇപ്പോൾ അവരുടെ ജനസംഖ്യ കൂടി ഈ 12% കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് അവര് ഇപ്പൊ പ്രശ്നം തുടങ്ങിയ ഈ 28 ഇത് ശരിക്കും പറഞ്ഞാൽ മാപ്പിളാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഫിഷർമെൻ, ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുസ്ലിങ്ങളെ മാത്രമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് മാത്രമാണ് സംവരണം കൊടുത്തുള്ളൂ. ക്രിസ്ത്യൻസിന് പോലുമില്ല, ലത്തീൻ ക്രിസ്ത്യൻസിന് മാത്രമുള്ളൂ. അവരെല്ലാം കൂടുതൽ പേര് ലത്തീൻ ക്രിസ്ത്യൻസിന് മാത്രമാണ് സംവരണം കൊടുക്കുന്നത്, 4% സംവരണം. അല്ലെങ്കിൽ മുസ്ലിംസിന് കൊടുക്കുന്ന ക്രിസ്ത്യൻസിന് ഒന്നിച്ചു കൊടുക്കില്ലേ? കൊടുക്കുന്നില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ലത്തീൻ ക്രിസ്ത്യൻസിന് മാത്രമാണ് 4% സംവരണമുള്ളൂ. മറ്റു വിഭാഗങ്ങൾ, റോമൻ വിഭാഗങ്ങൾ, മറ്റു വിഭാഗങ്ങൾക്കൊന്നുമില്ല. പക്ഷെ മുസ്ലിം വിഭാഗത്തിൽ മൊത്തം മുസ്ലിം എന്ന് പറഞ്ഞിട്ട് 12% സംവരണം കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെതിരായിട്ട് ഒരാളുന്നില്ല. വാസ്തവത്തിൽ മാപ്പിളാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിഷർമെൻ ജോലി ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് സംവരണം. ശരിക്കും പറഞ്ഞാൽ ഈ 12% കൊടുക്കുന്നത് അർഹതപ്പെട്ട ഹിന്ദു OBC വിഭാഗങ്ങളുടെ സംവരണമാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലത്തീൻ ക്രിസ്ത്യൻസിനെ പോലെ ഈ മാപ്പിളാസ് എന്ന് പറഞ്ഞ മുസ്ലിം വിഭാഗത്തിൽ മാത്രമായിട്ട് ഈ സംവരണം നിജപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കുറയുന്ന ഈ സംവരണം ഹിന്ദു വിഭാഗത്തിലെ OBC വിഭാഗങ്ങൾക്ക് കിട്ടുന്ന സംവരണമാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞത്. മതപരമായിട്ടുള്ള സംവരണം നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും
ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മതപരമായ സംവരണം വേണമെന്ന് പറഞ്ഞ സമയത്ത് അതിനെ ശക്തമായിട്ട് അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്ന മുസ്ലിം മെമ്പർമാർ വരെ അതിനെ എതിർത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ മുമ്പ് മമതാ ബാനർജി ബംഗാളില് അവിടെ 40 മുസ്ലിം വിഭാഗങ്ങളെ പുതിയതായിട്ട് ഈ ഇതിൽ ഉൾപ്പെടുത്തി. കൽക്കട്ട ഹൈക്കോടതിയിലെ കേസ് പോയ സമയത്ത് കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കി. അപ്പൊ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങളുടെ ചില പ്രത്യേക വിഭാഗങ്ങൾ പിന്നോക്കം നിൽക്കുന്ന, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അവരുടെ ബാക്ക്വേർഡ്നെസ് നോക്കിയാണ്. അല്ലാണ്ട് ഒരു സംസ്ഥാനത്തും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഈ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടിൽ സംവരണം കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ രണ്ട് മുന്നണികളും ഈ സംഘടിത വോട്ട് ബാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു പിന്നോക്കക്കാരുടെ അവർക്ക് അർഹതപ്പെട്ട 27% ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട OBC വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ട സംവരണം എടുത്ത് മുസ്ലിംസിന് 12% കൊടുക്കുക. ഇവിടെ ദളിത് സംഘടനകൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനത്തും മതപരമായിട്ട് ആന്ധ്രയില്, തെലങ്കാനയില്, നമുക്കറിയാം മഹാരാഷ്ട്ര ഇലക്ഷൻ വന്ന സമയത്ത് തെലങ്കാന മുഖ്യമന്ത്രി അവിടെ പ്രചരണത്തിന് പോയ സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചത്, ഞാൻ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തെലങ്കാനയെ പോലെ മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഞങ്ങൾ കൊടുക്കുന്നവർ മതപരമായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രീണനങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴും നടക്കുന്ന ഈ ജാതി സംവരണം അത് ശരിയായിട്ട് നടത്തി, അത് ശരിയായിട്ട് അതിന്റെ ഉപയോഗം നടത്തിയാണെങ്കിൽ നല്ല കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജാതി വളരെയധികം ജാതി സ്പർദ്ധയുണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ജാതി നടത്തി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോക്കം അടിക്കുന്ന ഒരു ഇതായിട്ടാണ് മാറ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേ പരിവാർ സംഘടനകളൊന്നും ജാതി സംവരണത്തിന് എതിരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞുകൊണ്ട് അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കോൺഗ്രസ് എന്ന ഏറ്റവും കൂടുതൽ ജാതി സംവരണത്തിന്റെ വലിയ രാഹുൽ ഗാന്ധിമാർ മിസ് ഇന്ത്യ കോൺടെസ്റ്റ് വരാൻ ജാതിയൊക്കെ ആലോചിച്ചു. മിസ് ഇന്ത്യ കോൺടെസ്റ്റ് എത്ര OBC ആലോചിച്ചു. ട്രെയിനോട്ടിരിക്കുന്ന പൈലറ്റുമാരെ കണക്കാക്കാൻ നിങ്ങൾ പത്രക്കാരോട് നിങ്ങളുടെ ജാതി എന്താ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ ഞാൻ 30 കൊല്ലമായിട്ട് ഞങ്ങളുടെ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന അവിടെയുള്ള എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന പല എനിക്ക് യാതൊരില്ല. ഹിന്ദു പേരുകളുടെ അവര് നായകനോ എഴുതണമെന്ന് എനിക്ക് 30 കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാർ എനിക്കറിയില്ല. എന്റെ കൂടെ 30 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ എനിക്ക് പലരും ജാതി എനിക്കറിയില്ല. അപ്പൊ എന്തിനു വേണ്ടി നമ്മുടെ നെഹ്റു പറഞ്ഞ നെഹ്റു 1969 റിസർവേഷനെ കുറിച്ച് പറഞ്ഞത്. I dislike any വളരെ റിസർവേഷനായിട്ട് 1969 നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നെഹ്റു പറഞ്ഞത് റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ which will lead to inefficiency. കഴിവില്ലാത്ത ആൾക്കാർക്ക് ഉത്തരവാദിത്തം കൊടുക്കുന്ന പോലെയായിരുന്നു നെഹ്റു പറഞ്ഞത്. ഇന്ദിരാഗാന്ധി പറഞ്ഞത് मोहर सिर्फ हाथ पर ജാതിയില്ല മറ്റു വേറെ വിഭാഗങ്ങളില്ല കഴിമതിയിലാണ് നിങ്ങളുടെ ഔദ്യോഗിക അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് no protection of idiots in the name of reservation. രാജീവ് ഗാന്ധി പറഞ്ഞ റിസർവേഷനെ കുറിച്ച്
അപ്പൊ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി അച്ഛനൊക്കെ റിസർവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വെറുതെ ഈ BJP ഒബ്സർവേഷൻ ഉണ്ടപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ആത്മാർത്ഥമില്ല. ഇപ്പോഴത്തെ